അഫാന്റെ ഹിസ്റ്ററി തന്നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് വല്യമ്മയെ കൊന്നിട്ട് വല്യമ്മയെ തലക്കടിച്ച് കൊന്നതിന് ശേഷം വല്യമ്മയുടെ മാലെടുത്ത് പോയി. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ കുറച്ച് ദിവസം? അത് തന്നെയാണ് പത്രങ്ങളിൽ മുഴുവൻ. അതൊരു സീരിയസ് കില്ലിംഗ് ആണ്. മാസ് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റിയാണ് അതിന്റെ പിറകിലുള്ളത്. ആ സീരിയസ് മർഡറില് അവന് വല്യമ്മയുടെ അമ്മമ്മാന്റെ മാലെടുത്ത് കൊണ്ടുപോയിട്ട് അത് വിറ്റ് അതിൽ നിന്ന് കിട്ടിയ 48,000 രൂപ കൊണ്ട് കടം വീട്ടുക ചെയ്തത്. ഒരു സൈക്കോളജിക്കും അതിന്റെ ബിഹൈൻഡ്, അതിന്റെ പിറകിലുള്ള സൈക്കോളജി കിട്ടിയിട്ടില്ല. എങ്ങനെ ഒരു കില്ലർ ഒരിക്കലും ആ കില്ല് ചെയ്ത് ആ പൈസ കൊണ്ട് അപ്പൊ ഉടനെ തന്നെ കടം വീട്ടണമെന്നുണ്ടെങ്കിൽ ആ കൊലപാതകത്തിന് പിറകിലുള്ളത് എന്താ പ്രിയപ്പെട്ടവരെ? അപമാനമാണ്. സമൂഹത്തിൽ അവൻ അനുഭവിച്ച് വന്നിരുന്ന അപമാനമാണ്, മാനച്യുതിയാണ്. അവന്റെ എളാപ്പാനോട് അവനൊരു ശത്രുത ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ കാരണമുള്ളത്, നാഴികയ്ക്ക് 40 വട്ടം അവനോട് പറയുമായിരുന്നു, നീ നന്നാവാൻ പോണില്ല എന്ന്, ഈ ഗുണം പിടിക്കില്ല എന്ന്, ഈ നന്നാവാൻ പോണില്ല എന്ന് നിരന്തരം അവനോട് പറയുമായിരുന്നു. അതാണ് അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വെറുപ്പ്. കടബാധ്യത ഉണ്ടാക്കി വെച്ചു. സമൂഹത്തിന് മുൻപിൽ അവന് നാണം കെടേണ്ടി വന്നു. പലപ്പോഴും പുറത്തിറങ്ങി പോവാൻ കഴിയാത്ത അവസ്ഥ വന്നു. ആരാണ് കാരണക്കാര്? നമ്മളാണ് കാരണക്കാരെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഏറ്റവും സൈക്കോളജി പറയുന്നുണ്ട്, ഒരു മനുഷ്യന് സമൂഹത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ മാനക്കേട്, ഏറ്റവും വലിയ പ്രയാസം, ദുഃഖം എന്താണെന്നറിയോ? മാനം കെടുത്തലാണ്, കളിയാക്കലാണ് എന്ന്. പാടില്ല പ്രിയപ്പെട്ടവരെ. സ്കൂളിൽ ഒരിക്കലും കുട്ടികളെ ടീച്ചേഴ്സ് കളിയാക്കാൻ പാടില്ല. ഒരിക്കലും ഒരൊറ്റ തവണ കളിയാക്കി അധ്യാപികയാണോ അധ്യാപകനാണോ വെറുത്തു പോവുക മക്കള്. കാലാകാല മക്കളുടെ ശാപം ഉണ്ടാവും അധ്യാപികയ്ക്ക്, അധ്യാപകന്.